സഫാരി വേൾഡിൻ്റെ ലാസ്റ്റ് വ്ലോഗാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. മറൈൻ പാർക്കിൽ ഇനി 2-3 ഷോ ഉണ്ട്. ആ ഷോ കഴിഞ്ഞതിന് ശേഷം സഫാരി പാർക്കിലോട്ടാണ് പോകേണ്ടത്. സഫാരി പാർക്കിലാണ് ലയൺ, ടൈഗർ അങ്ങനെ തുടങ്ങിയ മൃഗങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ കോച്ചിലാണ് പോകും. അപ്പോൾ ഇത് നമ്മൾ ഡോൾഫിൻ ഷോ, സീ ലയൺ ഷോ കാണാൻ പോകുന്ന റൂട്ടിലാണ് ഇങ്ങനെ ഒരു പാലം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാങ്ങിങ് ബ്രിഡ്ജ്. ഞങ്ങൾ ഡോൾഫിൻ ഷോയും ഇപ്പോൾ സീ ലയൺ ഷോയും കണ്ടു. ഇത് രണ്ടും ഓടിപ്പോയാണ് കണ്ടത്. ഒട്ടും സമയമില്ലാതെ. കാരണം ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ. അവിടെ താഴെ വന്നിട്ട് സ്ഥലമില്ലായിരുന്നു. പിന്നെ മുകളിൽ സ്റ്റെപ്പ് കയറി ഭയങ്കര ഇതായിരുന്നു. എന്താണ് തിരക്ക് കാരണം ഇടിയും ഇതൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഡോൾഫിൻ ഷോ കണ്ടത്. ഇപ്പോൾ സീ ലയൺ ഷോയും മുകളിൽ തന്നെയാണ് പോയി കണ്ടത്. ഇപ്പോൾ ഞാൻ അടുത്ത് കൗബോയ് ഷോയുണ്ട്, അതിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷോ എന്ന് പറയുന്നത് ഒരു ചടങ്ങ് തന്നെയാണ്. ഓരോന്നിട്ട് ടൈമിന് കണക്കാക്കി പോയി കണ്ട് തീർക്കുന്നത്. തൊടുന്നതിന് കുഴപ്പമില്ല കേട്ടോ. കടിക്കും. മതി മതി. നമ്മൾ മറൈൻ
വേൾഡിൽ നിന്ന് സഫാരി പാർക്കിലോട്ട് വന്നു. സഫാരി പാർക്കിൽ ഫസ്റ്റ് സഫാരി പാർക്കിലോട്ട് വന്നു. ആ സൈഡ് ഇരിക്കുന്നവർക്ക് അപ്പോൾ ഇപ്പുറത്ത് ചുറ്റി വരുമ്പോൾ കാണാമായിരിക്കും അല്ലേ തിരിച്ചു വരുമ്പോൾ. ഉണ്ടല്ലേ ആ മരത്തിലൊക്കെ നിൽക്കുകയാണ്. ആ കാക്ക 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 എനിക്ക് കാക്ക. എന്താണിത്? സീബ്ര കണ്ടു. ഇവിടെ തല എനിക്ക് സീബ്ര ഇഷ്ടപ്പെട്ട ജിറാഫ് ഇഷ്ടപ്പെട്ട അവരെ അടുത്തു നിനക്ക് ടൈഗർ കാണണോ? അതിന്റെ കമ്മ ചുറ്റി വളഞ്ഞു നിൽക്കണ ആ വണ്ടിയെ. മെറൈൻ വേൾഡും സഫാരി വേൾഡും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ക്യാബ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഇവിടെ നമ്മൾ പ്ലാറ്റിനം മാള് ഷോപ്പിംഗ് ആയിട്ട് അവിടെ ചീപ്പ് റേറ്റിനൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിംഗ് മോളാണ് പ്ലാറ്റിനം എന്ന് പറയുന്നത്. അവിടെ പോകാമെന്ന് വിചാരിച്ചു ലാസ്റ്റായിട്ട് അവിടെ ഒന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്യാബ് ഇതുവരെ കിട്ടിയില്ല. റൂമിലോട്ട് ഇട്ടിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം. ക്യാബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബാങ്കോക്കിൽ നോക്കുമ്പോൾ അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇത്രേ ഉള്ളൂ. ഇവൻ അടങ്ങിയിരിക്കുകയില്ല. സോ വലിയ പാടായിരിക്കും ക്യാബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ, കൗബോയ് ഷോയൊക്കെ ബിലോ 4 ഇയേഴ്സിനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഭയങ്കര വെടിയൊച്ചയും ഇത് ഭയങ്കര ശബ്ദമായിരുന്നു. ഇവ കരഞ്ഞു. അപ്പോഴേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അതിനുശേഷമാണ് ഈ പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കണ്ടത്. ബിലോ 4 ഇയേഴ്സിന് അത് അലൗഡ് അല്ല. നമ്മളത് കണ്ടില്ലായിരുന്നു. സോ അതൊന്നും കുഞ്ഞുങ്ങളെയും കൊണ്ട് കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഫുള്ളായിട്ട് കണ്ടില്ല. തുടക്കത്തിൽ തന്നെ ഇറങ്ങിയിട്ടാണ് സഫാരി വേൾഡിലോട്ട് സഫാരി പാർക്കിലോട്ട് പോയത്. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ ഇവിടുന്ന് തിരിച്ച് റൂമിലോട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനായിട്ടാണ് പാട്, ക്യാബില്ലാത്തത് കൊണ്ട്. ഏജൻസി വഴിയൊക്കെ വന്നാൽ അവരുടെ രീതിയിൽ പെട്ടെന്ന് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണും. പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് വരുമ്പോൾ നമ്മളെപ്പോലെ ഇരുന്ന് തരൂലല്ലോ. സോ ഓക്കെ. ഇനി നാളെ ലാസ്റ്റ് ഡേ ആണ്.
തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എയർപോർട്ടിൻ്റെ അവിടെ വെച്ച് എടുത്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഞങ്ങൾ പ്ലാൻ എന്തൊക്കെയായിരുന്നുവെന്നും ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നും കുറച്ച് ടിപ്സ് ആയിട്ടുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളത് നിങ്ങൾ ഷെയർ ചെയ്ത് തരാം. ബൈ.